ഇനി ഇന്നത്തെ പ്രശ്നം തൊട്ടാ ഈ ആണുങ്ങളൊക്കെ രാഷ്ട്രീയക്കാരുടെ പോലെയാ. അതാണ് പെണ്ണുങ്ങളെ ഭരിക്കൊണ്ടാണോ? ഈ റിലേഷൻഷിപ്പ് ആവണേ മുമ്പ് എന്തൊക്കെ മോഹന വാഗ്ദാനായിരുന്നു. അവിടെ റൗണ്ട് അടിക്കാൻ പോവാം, ഇവിടെ റൗണ്ട് അടിക്കാൻ പോവാം, എന്നിട്ട് കണ്ടതോ തൃശ്ശൂർ റൗണ്ട് മാത്രം. അത് നീ പറയരുത്. ഇങ്ങനെ ഞാൻ ഉയരം കൂടി സ്ഥലത്ത് റൗണ്ട് അടിക്കാൻ കൊണ്ടുപോയില്ലേ? എവിടെ? ആകാശപാത. പിന്നെ വട്ടത്തിലാണ്ട് പിന്നെ നീളത്തിലാ. എന്റെ വാവച്ചേട്ടൻ ഉണ്ടായിരുന്നു. നിനക്ക് എവിടേക്കാ പോണ്ടേ? എടാ ഇവിടെ കപ്പിൾ എൻട്രി ഫ്രീയാ, നമുക്ക് കപ്പിളാന്നുകൊണ്ട് പോയാലോ? ഒരു എൻട്രിക്ക് വേണ്ടിട്ടേ സിഗ്മ ഏജന്റിനെ കപ്പിളാവില്ല. നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോവാം. നല്ല ലഡാക്ക് പോയാലോ? എത്രയോ? ഒരു 50,000 രൂപ. കുറച്ച് കുറയട്ടെ. നമുക്ക് കുളുമണാലി പോയാലെന്നാ? എത്രയോ? ഒരു 20,000. കുറച്ചുകൂടി കുറയട്ടെ. ഗോവ പോവാ. എത്രയോ? 10,000. കുറച്ചുകൂടി കുറയട്ടെ. ബാംഗ്ലൂര്. എത്രയോ? 3,000. കുറച്ചും കൂടി കുറയട്ടെ. നിന്റെ കയ്യിൽ ഇപ്പൊ എത്രയുണ്ട്? ചിക്കൻ വാങ്ങാൻ തന്ന കാശും കൂട്ടിയിട്ട് 250 രൂപയുണ്ട്. കൂടുതലാണോ? എന്നെ കൊച്ചിക്ക് കൊണ്ടുപോയാൽ മതി. അവര് കൊച്ചിക്കാ പോണേന്ന്. കൊച്ചിക്ക് ഉള്ള ബഡ്ജറ്റ് നമ്മുടെ ഉണ്ടല്ലോ. അവര് കപ്പിളല്ലേ, അവര് വേറെ വല്ല കാര്യത്തിനും പോണ്ടാവുക. നമ്മുടെ സ്വർഗത്തിൽ കട്ടുറുമ്പാണ്. അത് വിഷയാവുന്നു. വിഷയം ഫ്യൂച്ചറാണ്. നമ്മുടെ കൊച്ചിയിലെ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ നടക്കുകയാണ്. എനിക്ക് വിഷയല്ലേ. എന്നിട്ട് പരിപാടി കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഫ്യൂച്ചറിസ്റ്റിക് ഫെസ്റ്റിവലാണ് നടക്കാൻ പോകുന്നത്. അത് നമ്മുടെ കൊച്ചിയിലെ ജെയിൻ യൂണിവേഴ്സിറ്റിയില്. എന്നാന്നറിയോ? ജനുവരി 29 തൊട്ട് ഫെബ്രുവരി 1 വരെ കുറേയധികം ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്നുണ്ട് ഈ ഇവന്റില്. ആരാന്നറിയോ? നികിത ഗാന്ധി, ജോനിറ്റ ഗാന്ധി, റോബർട്ട് ഫാൽക്കൻ ആൻഡ് അറിവ്. ഒരു കാര്യമായി കാര്യം പറയുമ്പോ ആകസ്സോക്കിരിക്കുക. ഹെലികോപ്റ്റർ. അത് ഡ്രോണാണോ? ഡ്രോണല്ല, ഡ്രോൺ. നീ ഒരെണ്ണം കണ്ടപ്പോ വാ പൊളിച്ചിരിക്കല്ലേ. അവിടെ 500 ഷോയാ നടക്കാൻ പോണ. ഇതുപോലത്തെ ഒരു സാധനം വാങ്ങണം. എന്തിനാ? ഒരാളെ പിന്നാലെ വിടാനാ. പെണ്ണിന്റെ പിന്നാലെ ഉപഗ്രഹം വിടണ പോലെ വിടാനാണല്ലേ? പെണ്ണിന് വെസ്റ്റ് അല്ലേ? അച്ഛൻ പണിക്ക് പോണില്ലേ? അച്ഛൻ പണിക്ക് വേണ്ടേ? വഴിയിലൂടെ പളിച്ചടക്ക. ടെക്നോളജി പിടിച്ചില്ലെങ്കിലേ ഫ്യൂച്ചറിൽ ഇതേ വിഷയവും. സൂചിച്ചാന്റെ പണിയൊക്കെ പോകുന്നുണ്ടല്ലേ? ഈ സൊമാറ്റോ ഡെലിവറി ഒക്കെ ഇനി ഡ്രോൺ ചെയ്യുന്നുണ്ടല്ലേ? ഈശ്വര പഴയ പോലെ കൽപ്പണിക്ക് കൊണ്ടുവരും. ഈ ടെക്നോളജിക്ക് മുന്നേ കണ്ടുപിടിച്ചിരുന്നെങ്കിലേ ലവ് ലെറ്ററൊക്കെ ഡ്രോൺ വഴി ഇവളുടെ വീട്ടിലേക്ക് അയക്കായിരുന്നു. വെറുതെ മധുരഞ്ഞാടി പട്ടിയുടെ കടിയും കൊണ്ട് പാണ്ടാരങ്ങനെ. ഈ പറഞ്ഞ ഡ്രോൺ എത്ര വല്ലതും നോക്കി? ഇത്ര കാശുണ്ടോ? ഇത്ര കാശുണ്ടെങ്കിൽ പെണ്ണിന്റെ പിന്നെ ലോട്ടറി വിളിച്ച് പോയി പോരെ. ഈ എയറിൽ മാത്രമല്ലാണ്ട് ഭൂമിയിലൊന്നുമില്ല. വണ്ടി പ്രാന്തന്മാർക്ക് 30-ലധികം സൂപ്പർ കാറിന്റെയും സൂപ്പർ ബൈക്കിന്റെയും ഓട്ടോ ഷോ ഉണ്ട് അവിടെ. എന്തെങ്കിലും ഉണ്ടാവും. ഇറുക്ക് 400-ലധികം സ്പീക്കേഴ്സ് ഉണ്ട്, 200-ലധികം സെഷൻസ് ഉണ്ട്, 50-ലധികം ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ വൈബ് ഒന്ന് ആലോചിക്കേ. പിന്നെ കൈയൊക്കെ പിടിച്ച് നടന്നോട്ടാ. 1 ലക്ഷം പേരെ കഴിഞ്ഞതാണോ വന്നത്. എനിക്ക് പിടിക്കാൻ ഇയാളുണ്ട്. നിങ്ങൾ വേഗം പോയി രജിസ്റ്റർ ചെയ്തോ. www.futuresummit.in. ഈ ഫ്യൂച്ചർ അങ്ങോട്ടാ പോണല്ലേ? നമ്മൾ എക്സാമിന് മുമ്പഴേ തലയിൽ ചിപ്പ് വെച്ചിട്ട് പോണോന്ന് ആലോചിക്കുന്നു. ഒന്നും പഠിക്കണ്ട. ഇംഗ്ലീഷ് പറയാൻ പറ്റൂ? പിന്നെ ചറ പറ.